സോ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടുണ്ട്. ആക്ച്വലി വേറൊന്നുമല്ല, കുറച്ച് പണികൾ കിട്ടിയിട്ടുണ്ട് നമുക്ക്, അതിനെ കുറിച്ചിട്ടാണ്. സോ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാലും ബേസിക്കലി നമ്മുടെ മൈൻഡ് ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ എപ്പോഴും എന്താ പറയുക അപ്ഗ്രേഡിനെ വരുമല്ലോ പുതിയ വേർഷൻസ് വരുന്ന സമയത്ത്. സോ അതേമാതിരി എനിക്ക് എൻ്റെ ടിലോഞ്ചറിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മെസ്സേജ് വന്നു. ഞാൻ അപ്ഗ്രേഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ കൊടുത്തു. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്തൊരു എന്തോ ചോദിച്ചു. ഓക്കെ, സോ എന്തോ ചോദിച്ചപ്പോൾ ഞാൻ അതിൽ ഓക്കെ പിടിച്ചമർത്തി. പിന്നെയാണ് മനസ്സിലായത് അത് ചോദിച്ചത് നമ്മുടെ അടുത്ത് പണ്ടത്തെ നമ്മുടെ വേൾഡൊക്കെ വേണു എന്നുള്ളതായിരുന്നു. യാ ഓക്കെ, വേണോ എന്നല്ല, ലൈക്ക് എന്തായിരുന്നു എനിക്കറിയില്ല, പക്ഷെ അത് വേണ്ടെന്നുള്ള രീതിയിലാണ് തോന്നുന്നുണ്ട്. എന്തായാലും നമ്മുടെ എല്ലാ വീടും പോയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട്. സോ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ബിഗിനർ സീരീസ് എൻ്റെ കുറച്ചായിട്ട് തുടങ്ങിയ വേൾഡ്, ഐ തിങ്ക് ഒരു 4-5 months ഒക്കെ ആയി കാണും അത് തുടങ്ങിയിട്ട്. അത് പോയാലും എനിക്ക് വിഷമില്ല. ബട്ട് എൻ്റെ 1.16 വേർഷനിൽ കിടക്കുന്ന ഒരു വേൾഡ് ഉണ്ടായിരുന്നു. അബൌട്ട് 3 to 4 years ആവാറുണ്ടാവും. അല്ല, ആവാറില്ല, ഏകദേശം ആ ഒരു ടൈം തുടങ്ങിയതാണ്. അതും പോയി. അതാണ് എനിക്ക് ഏറ്റവും വിഷമം വന്ന സംഭവം. അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ കുറേ സംഭവങ്ങൾ അതോടുകൂടെ പോയി. ഇനിയിപ്പോൾ വേറൊരു വഴിയില്ല, വേറൊരു വഴിയും കണ്ടില്ല. ബാക്കപ്പ് ആണെങ്കിൽ ഇല്ല. സോ ഇനിയിപ്പോൾ ഒരൊറ്റ വഴിയുള്ളൂ, ഇസ് ടു സ്റ്റാർട്ട് എ ന്യൂ വേൾഡ്. യാസ്, ഇനിയിപ്പോൾ ഒരേ ഒരു വഴി കണ്ടുള്ളൂ, നമ്മൾ പുതിയ വേൾഡ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതും നിങ്ങളുടെ മുമ്പിൽ വെച്ച്. നമ്മൾ പുതിയ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ഞാനിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ടി ലോഞ്ചർ മൊത്തത്തിൽ അങ്ങ് ഡിലീറ്റ് ആക്കി കളഞ്ഞു. എന്നിട്ട് പുതിയ ടി ലോഞ്ചർ സെറ്റാക്കി. സോ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, സോ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. ഓക്കെ അപ്പോൾ ഇതാണ് ഇപ്പോൾ ഞാൻ പുതിയതായിട്ട് നമ്മൾ വീണ്ടും ടി ലോഞ്ചർ സെറ്റാക്കി എന്ന് പറയുന്നത്. ആൻഡ് ഇതിൽ നമ്മൾ സിംഗിൾ പ്ലെയർ നോക്കുകയാണെങ്കിൽ പുതിയ വേൾഡ് ഇനിയിപ്പോൾ സെറ്റ് ആക്കണം എന്നാണ് അവർ പറയുന്നത്. സോ അപ്പോൾ നമുക്ക് പുതിയൊരു വേൾഡ് സ്റ്റാർട്ട് ചെയ്യാം. ഇതെന്താണ്? ലെറ്റ്സ് പ്ലേ. പുതിയ വേൾഡാണ്, നമ്മൾ ലെറ്റ്സ് പ്ലേ സീരീസാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, 10,000 years ലിറ്റർ നമ്മുടെ വേൾഡ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ആൻഡ് ക്രിയേറ്റ് ആയി വന്ന വേൾഡ് ഇറ്റ്സ് എ ഡെസേർട്ട് ഗൈസ്. കം ഓൺ യാർ. ഇനി ഇവിടുന്ന് ഒരു രക്ഷ ഉണ്ടാവും തോന്നുന്നില്ല, ഡെസേർട്ടിലാണ്. ഓക്കെ, ജംഗിൾ ഉണ്ട് അവിടെ. സോ നമുക്ക് ഡെസേർട്ടിൽ വന്നു കഴിഞ്ഞാൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല സാധനമായ ഷുഗർ കെയിൻ എടുക്കാം. അപ്പം ഭയങ്കര ലാഗാണല്ലോ, ഇതെല്ലാം കൂടെ ഒപ്പം ഓൺ ചെയ്താൽ പിന്നെ ഇങ്ങനെ ലാഗാവാണ്ടിരിക്കാമല്ലോ. ഞാനത് മറന്നുപോയി. ബട്ട് നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, നമ്മുടെ കയ്യിൽ മരവുമില്ല, നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഓക്കെ, ഇതിനെന്തായാലും നമ്മുടെ ഒരു അടിപൊളി വേൾഡ് കളഞ്ഞുകൊണ്ടാണ് നമ്മൾ പുതിയ വേൾഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇവന്മാരടിക്കൂ, ഞാൻ ആദ്യമായിട്ടാണ് മൈൻക്രാഫ്റ്റിൽ കാണുന്നത്. ഇത് വാട്ട് എവർ. നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് വന്നുകൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് പുതിയ വേൾഡ് സ്റ്റാർട്ട് ചെയ്താൽ ഇതൊരു സുഖമില്ല. ഇത് വേൾഡിൻ്റെ ജനറേഷൻ തന്നെ പോരാ. സോ ഐ ഗെസ് നമുക്ക് പുതിയ വേൾഡ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ്. ഓർ നമുക്ക് നമുക്ക് കുറച്ച് നേരം ട്രാവൽ ചെയ്ത് നോക്കുക എന്നും തോന്നുന്നുണ്ട്. ചിലപ്പോൾ ഇതായിരിക്കും നമ്മുടെ നെക്സ്റ്റ് വേൾഡിനെക്കാട്ടും ബെസ്റ്റ് എന്ന് അതിനുള്ള ചാൻസസും ഉണ്ട്. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഇവിടെ നിന്ന് ഒരു ചുക്കുമില്ല, നമുക്ക് പുതിയ വേൾഡ് സ്റ്റാർട്ട് ചെയ്യാം, അതിന് നല്ലത്. ബോയ്സ്, ഇങ്ങനെ നമുക്കൊരു പ്ലെയിൻസ് കിട്ടിയിട്ടുണ്ട് ഇപ്രാവശ്യം. 3-4 ഷീപ്പും കിട്ടിയിട്ടുണ്ട്. 4 കൂടുതൽ ഷീപ്പും കിട്ടിയിട്ടുണ്ട്. ദിസ് ഈസ് ദ വേൾഡ് ദാറ്റ് വി നീഡ്. ലെറ്റ്സ് ഗോ. ഓ ഗോഡ്, ഭയങ്കര ലാഗ്. ഓക്കെ, ഈ ഒരു വേൾഡ് ആയിരിക്കാം നമ്മൾ യൂസ് ചെയ്യുന്നത്. ലെറ്റ്സ് ഗോ.
വില്ലേജ് ഗെയിമേഴ്സ് ലെറ്റ്സ് ഗോ. ഓക്കെ, ഇവിടെ ഒരു മൗണ്ടൻ റീജിയനും കാണുന്നുണ്ട് ലെഫ്റ്റിലായിട്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ലൈഫ് സെറ്റിലായി വീണ്ടും. ഓക്കെ, എന്തായാലും നമ്മുടെ വില്ലേജിൻ്റെ അടുത്തോട്ട് പോകാം. ഞാൻ പറയാൻ വേണ്ടി മറന്നു, ഈ മറ്റേ വേൾഡിൽ ഞാൻ ആക്ച്വലി മൂന്നാമത്തെ ഒരു വീഡിയോ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറും ചെറിയതായിട്ടൊരു പണി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാം കൊണ്ടും ഈ മാസം നല്ല അടിപൊളി മാസമാണ്. മാസത്തിൻ്റെ അല്ല, ഈ മാസം തുടങ്ങിയിട്ട് അധികം ദിവസമൊന്നും ആയിട്ടില്ല. ബട്ട് കഴിഞ്ഞ മാസം മുതൽ ഇങ്ങനെയാണ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്. അപ്പോൾ വീഡിയോസ് നേരെ അപ്ലോഡ് ചെയ്യാനും കാര്യങ്ങളായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ ഇത് പറഞ്ഞപ്പോഴേക്കും നമ്മൾ വില്ലേജിലോട്ട് എത്തിയിട്ടുണ്ട്. ബെഡും റീസ്പോൺ പോയിന്റ് സെറ്റാണ്. നമുക്ക് ഹേബിൾസ് പിന്നെടുക്കാം. എന്താ 2 റീസ്പോൺ സെറ്റാക്കി ഞാൻ. ഓ, ഇവിടെ ഓക്കെ, നൈസ്. നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ ഗെയിം പ്ലേ കുറച്ചും കൂടെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പ്ലേയിങ് ബെഡ് വാഷ്. സോ കുറച്ചും കൂടെ കൺട്രോൾസ് ഈസി ആവാനും പഠിക്കാൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതിനെക്കുറിച്ച് സൂപ്പർ സ്ലോ ടൂൾസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം ഗൈസ്. വില്ലേജ് നമുക്ക് പിന്നെ റെഡിയാക്കാം. സോ വേറൊരു സംഭവം ഗൈസ്, കുറച്ചധികം നാളായി നമ്മൾ പുതിയ ഹെഡ്സെറ്റ് എടുത്തിട്ട് പഴയ ഹെഡ്സെറ്റ് കേട് ഗൈസ്. അതിൻ്റെ മൊത്തത്തിൽ പൊളിഞ്ഞു വന്നു. അപ്പോൾ പിന്നെ നമ്മൾ പുതിയത് എടുത്ത്, വേറൊരു വഴി ഉണ്ടായിരുന്നില്ല. പിന്നെ റിവ്യൂവും കാര്യങ്ങളും വേണ്ട കൂട്ടുകാർ കമൻറ്റ് ചെയ്യാം. ഓക്കെ, സോ okay, hey, wait a minute. Village number 2 alle, yes it is guys. Village number 2 is there guys. എന്താണ് വില്ലേജിൻ്റെ മണ്ടയ്ക്ക് ഒരു സാധനമൊക്കെ ദേ കേവ് അല്ലേ ഇത്? ഇങ്ങനെ എണിച്ചാൽ നമ്മൾ രണ്ടിനും നടുക്കും വീണ്ടും ഒരു വീട് സെറ്റ് ചെയ്യും. യെസ് ബോയ്സ്, ഇത് ആക്ച്വലി 1.5 മണിക്കൂർ 2 മണിക്കൂറിൻ്റെ വീഡിയോ. ഇനിയിപ്പോൾ ഇത് ചുരുക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തത് കേട്ടോ. ബൈ ദ വേ, ഈ അപ്ഡേറ്റിൽ കേവ്സ് ഒന്നും വലിയ സുഖമില്ല എന്ന് ഞാൻ അറിഞ്ഞായിരുന്നു. ബട്ട് ഇത് വലിയ കേവാണല്ലോ, വിത്ത് വാട്ടർ ഇൻസൈഡ്. വാട്ടറിനല്ലേ ഇത്? യെസ്, ഇവിടെ നമ്മളൊരു പൊളി പൊളിക്കും. വെള്ള കേസ് നല്ല സൂപ്പർ സ്പോണായിട്ട് ഇടേണ്ടത്, അതും വില്ലേജിൻ്റെ തൊട്ടടുത്ത്. ലെറ്റ്സ് ഗോ. മൊത്തത്തിൽ പൊളി സ്പോൺ. ഇവിടെ ഇനി ഒരു ലാവ പൂളും കൂടെ വേണ്ടു. അതുകൊണ്ട് എന്താ വെച്ചാൽ ലാവ പൂളും കൂടെ ഉണ്ട് വെച്ചാൽ അങ്ങ് സെറ്റിലായി ലൈഫ്. ഓക്കെ, ഇവിടെ ഇങ്ങനെ ഒരു റിവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നല്ല രീതിക്ക് ബിൽഡും കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. നമ്മുടെ വേൾഡും ബ്യൂട്ടിഫുൾ ആക്കാം. നമുക്ക് കുറച്ച് ഷെയ്ഡറും കാര്യങ്ങളൊക്കെ സെറ്റ് അതിൻ്റെ ഇടയ്ക്ക്. സോ നമ്മൾ വില്ലേജ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് കുറച്ച് ആപ്പിൾ നമ്മൾ എടുത്തിട്ടുള്ളൂ. പക്ഷെ ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ എനിക്ക് തോന്നുന്നു ഇവിടെ റീസ്പോൺ പോയിന്റ് സെറ്റാക്കിയിട്ട് നമുക്ക് ഈ ഒരു വില്ലേജിനും കൂടാം. മറ്റേ വില്ലേജ് അവിടെ കിടന്നോട്ടെ, ആവശ്യം വരും നമുക്ക്. കണ്ട് അവിടെ എന്തൊക്കെയുണ്ട്. ജസ്റ്റ് ഒന്ന് ആ വഴി പോയി നോക്കാം. നല്ല ലാഗ് ഉണ്ട് ഇപ്പോൾ, വേൾഡ് ജനറേറ്റ് ആയതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നല്ല രീതിക്ക് എന്ത് ചെയ്തു, എക്സ്പ്ലോർ ചെയ്തു. സോ അത് അങ്ങോട്ട് നമ്മുടെ മറ്റേ ഇതും ഇവിടെ അതും ഓക്കെ നൈസ്. എനിക്ക് ഈ ബയോ വേൾഡ് എന്ന് പേര് അറിയില്ല. ഇത് പ്ലെയിൻസ്, അത് പിന്നെ ഈസിയാണ്. അതുപോലെ മൗണ്ടെയിൻസ് ഉണ്ടാവുമായിരിക്കും. അവിടേക്കും എന്താ ഫോറസ്റ്റ് തന്നെ ഉണ്ട്. ടൈഗ ബയോം അങ്ങനെ എന്തോ അല്ലേ. സോ നമുക്ക് ഇപ്പോൾ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കുറച്ച് സ്റ്റോൺ ടൂൾസ് ഐസ് എന്നെ പ്രോയാലേ ഇതെടുത്തില്ല ഐസിന്. ഓക്കെ, സോ നമുക്ക് പിക്കാസ് റെഡിയാക്കാം ഗൈസ്. ഇനി നമുക്ക് കുറച്ച് ഗ്രൈൻഡിങ്. ശരി, നമ്മുടെ കല്ലൊന്നുമില്ല, മണ്ണ് മാത്രമേ ഉള്ളൂ. സ്റ്റോൺ ഏജ് ഗൈസ്. നമുക്ക് ഈ ഒരു വേൾഡ് സെറ്റാക്കണം. ലാസ്റ്റ് വേൾഡുമായിട്ട് ആയിരിക്കില്ല. ഇനി എന്തായാലും ഒരു അബദ്ധവും കൂടെ എൻ്റെ കയ്യിൽ നിന്ന് പറ്റില്ല. ഓക്കെ, ഇത് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ആയിരിക്കണം എന്നല്ല. ഇനി എന്തായാലും ഞാൻ ആ പരിപാടിക്ക് നിൽക്കുന്നില്ല. എൻ്റെ പൊന്നോ, ഒരുമാതിരി ഇവിടുത്തെ പരിപാടി പോയി. എന്തായാലും
ഇനി എന്ത് സംഭവം എന്ന് വെച്ചാൽ എല്ലാം അതുപോലെ തുടങ്ങാം. അല്ലാണ്ട് ഇപ്പം എന്താ വേറെ ഒരു വഴിയില്ല. ആക്ച്വലി ഇത് കുറച്ച് ഷെയ്ഡറും കാര്യങ്ങളൊക്കെ ഇടണം. കോംപ്ലിമെൻ്ററി എന്തായാലും ഇടണം. ഞാൻ കോംപ്ലിമെൻ്ററി ഇട്ടിട്ടാണ് മിക്കവാറും കളിക്കാറ്. സോ അതാവുമ്പോൾ നമുക്ക് ടോർച്ചിൻ്റെ മൈനിങ്ങിന് വലിയ ഇഷ്യൂസ് വരില്ല കേട്ടോ. കോംപ്ലിമെൻ്ററി ആകുമ്പോൾ കോംപ്ലിമെൻ്ററി ആണ് ഞാൻ മിക്കവാറും യൂസ് ചെയ്യുന്നത്. അതാകുമ്പോൾ കാണാനും നല്ലൊരു ലുക്ക് കൊടുക്കും മൈൻക്രാഫ്റ്റിൻ്റെ വേൾഡിനൊക്കെ. സോ എന്തിനാ ഞാൻ ഇത് വെച്ചിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? നമുക്ക് ടൂൾസ് യെസ് ഗെറ്റിംഗ് ആൻ അപ്ഗ്രേഡ്. യെസ് ഫസ്റ്റ് തന്നെ നമ്മുടെ സ്റ്റോൺ പിക്കക്സ് കൊണ്ട് നമ്മൾ ബ്രേക്ക് ചെയ്തത് വേറൊന്നുമല്ല, ഡേർട്ടാണ്. നമ്മൾ ഭയങ്കര ഒരു ഇതാണ് കേസ്. അതുകൊണ്ട് നമ്മൾ ഡേർട്ടാണ് ആദ്യം കഷ്ടപ്പെട്ട് പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് എടുത്തത്. സോ 51 സ്റ്റോണിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കൊരു ആക്സ് ഉണ്ടാക്കിയേക്കാം. ഇതൊക്കെ തന്നെ കൊണ്ട് 2 ഫേണസ് ഉണ്ടാക്കാം. വെറുതെ രസമല്ലേ, വലിയ യൂസ്ഫുൾ ഒന്നല്ല. ഇപ്പോൾ നമുക്ക് ഉണ്ടാക്കിയേക്കാം. സോ ഇനി വേണ്ടത് നമുക്ക് നമ്മുടെ ഫുഡ്. അയ്യോ സോറി ഗൈസ്, അണ്ണൻ എന്നോട് വിഷമം പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വഴിക്ക് പോകുന്നില്ല. ഇവിടെ തന്നെ കുട്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, നമ്മൾ മെല്ലെ ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ഭയങ്കര ദുഷ്ടത്തിയാണ് ദുഷ്ടത്തി. ഇവിടെ ഡേർട്ട് വെച്ചിട്ട് നമുക്ക് ഇതിൽ കൂടെ കിടക്കാം. വാട്ടർ ഈസ് സോ അലർജിക് ഫോർ മീ. യെസ്, ഇവിടെ ഡേർട്ടൊന്നും വെക്കണ്ടേ, വേണം. വെള്ളം തട്ടി ഗൈസ്, അലർജി ചെയ്തുകൊണ്ട് വെള്ളം തട്ടി ചൊറിയണം. യെസ് ഗൈസ്, അപ്പം നമ്മുടെ കയ്യിലിപ്പോൾ ഒരു ഷീൽഡ് ഉണ്ടാക്കിയാലേ ഉള്ളൂ ആക്ച്വലി ഉള്ളിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. പക്ഷെ അതുകൊണ്ട് റീസ്പോൺ പോയിന്റ് സെറ്റാണ്, അതുകൊണ്ട് വലിയ സീനില്ല. ഇനിയിപ്പോൾ നമ്മുടെ പണി എന്ന് പറയുമ്പോൾ ഒരു അയൺ തപ്പണം. അയൺ തപ്പി ഇറങ്ങണം. സോ അയൺ തപ്പാൻ വേണ്ടി ഏറ്റവും നല്ലത് ഇതിൻ്റെ അടിക്ക് പോകുന്നതാണ്. ഇവിടുന്ന് കാണാണ്ടോ, അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ മണ്ടയ്ക്ക് പോകുന്നതാണ്. ഇവിടുന്ന് വല്ലതും കാണുന്നുണ്ട് വെച്ചാൽ നമുക്ക് പിന്നെ ഇവിടുന്ന് അതിനെ അങ്ങോട്ട് മെല്ലെ സെറ്റാക്കായിരുന്നു. ബട്ട് ഞാൻ അയൺ കണ്ടേ, നിങ്ങൾ കണ്ടോ? ഞാൻ കണ്ടു. നമുക്ക് അവിടെ നിന്ന് അയൺ എടുക്കാം. വഴി നോക്കി കള്ളാട്ടടേ. നീയും കൊള്ളാം. ഹി 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 ഈവിൽ. ഓ മാൻ, ഇവിടെ മൊത്തം നമ്മുടെ മലയും കാര്യങ്ങളൊക്കെയാണ്. ഓ വലിയൊരു അയണിൻ്റെ ചങ്കനായിട്ടുണ്ട്. ചങ്കല്ല, എന്താ പറയുന്നതിന്, വെയിൻ. യെസ്, അയണിൻ്റെ വലിയ വെയിൻ കിട്ടിയിട്ടുണ്ട് നമുക്ക്. യെസ്, വെയിനിൻ്റെ മണ്ടയ്ക്ക് കയറി നോക്കാം എല്ലൊക്കെ ഉണ്ടോ. ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ ഹൈയസ്റ്റ് പോയിന്റ്. കോളും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കോൾ എടുക്കുന്നുണ്ട് ഇവിടുന്ന്. ഈ 4 കോളുള്ളത് കിട്ടിയത് കൊണ്ട് നമ്മൾ പറയാനൊന്നും ഗ്യാപ്പ് വരുന്നില്ല. അപ്പോഴേക്ക് അയണൊക്കെ ഇങ്ങനെ തരികയാണ്. യെസ്, ഇനി ഉണ്ടാവും. ഈ ഒരു ഏരിയയിലാണ് അയൺ ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയായിട്ട് ഞാൻ പറയാണ്, നമ്മുടെ 2 കോളുകളും പെട്ടെന്ന് ഇറങ്ങി ഓടിക്കോ. ഇനിയിപ്പോൾ വരില്ല കൂടെ രാത്രി ഫസ്റ്റ് നൈറ്റ് അവിടെ നിന്നിട്ട് വരണമായിരുന്നു. പക്ഷെ നമുക്ക് നല്ല ബുദ്ധി കൂടിയുണ്ട് നമ്മൾ ഇപ്പോൾ തന്നെ എടുത്ത് ചാടുകയും ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കണ്ണടച്ചുകൊണ്ട് ഓടാം, അല്ലാണ്ട് വേറൊരു വഴിയില്ല. ഇറങ്ങി ഓടിക്കോ. പണ്ണാക്കി ചോദിച്ച് മേടിച്ചാണ്. ആക്ച്വലി ഇപ്പോൾ മൈനിങ് ഇറങ്ങുന്ന ബുദ്ധിയാണല്ലേ, അത് ബുദ്ധിയൊന്നും വേണം. നമ്മളിങ്ങനെ അത് പിന്നെ ജാവയാണ്. സ്കെൽട്ടന് വലിയ പവർ ഒന്നുമില്ല, അത് കുഴപ്പമില്ല. ഇവിടെ എന്തൊക്കെയായാലും നൈറ്റ് ടൈം ഒരു 3 ടൈമാണ്. എല്ലാം കൂടെ അടിച്ച് കയറി വരും ഒരുമാതിരി മനുഷ്യന്മാരെ കാണാത്ത പോലെ. കൊണ്ടില്ല ഞാൻ ഒരൊറ്റ കൈ കൊണ്ടാണ് കണ്ടുപിടിക്കുന്നത്. എടാ മോനെ, ഇതൊരു വല്ലാത്ത ഇടാം. യെസ്, ഗുഡ് നൈറ്റ് ഗായ്സ്. അങ്ങനെ 3 അഡ്വാൻസ്മെൻറ്റ്സ് എടുത്തിട്ടുണ്ട്. യെസ്, നമുക്ക് എന്തായാലും നമുക്ക് നമ്മുടേതായ ബെഡും കാര്യങ്ങളും സെറ്റാക്കാം.
അണ്ണന്മാരൊക്കെ വരുന്നുണ്ട്. ഇവിടെ എത്ര എത്രയാടേ സോംബീസ്? എത്ര സോംബിയാണ് ഗൈസ്? അയൺ ബോളത്തിന് പണിയൊന്നുമില്ലല്ലോ. പിടിച്ചൂടെ അവന്മാരെയൊക്കെ നടന്നിട്ട്? ഓക്കെ, നമുക്ക് 2 ബുട്ടും കൂടെ എടുത്തേക്കാം ഇവിടുന്ന്. ഓക്കെ നൈസ്. വുഡ് എടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി ഇവിടുന്ന് അങ്ങോട്ടൊക്കെ എന്താന്നാ പോലെ. ഐ എം ക്യൂരിയസ് ഗൈസ്, ക്യൂരിയസ് ടു ഗെറ്റ് അനദർ വില്ലേജ്. എന്തിനാന്നറിയില്ല, വലിയ കാര്യമൊന്നുമില്ല ഈ വില്ലേജിനെ കൊണ്ട്. ഇപ്പം ഒരൊറ്റ വില്ലേജും കൊണ്ട് കിട്ടാവുന്ന ഒരു ഇതൊക്കെ തന്നെ ഉള്ളൂ. ഇവിടെ കുറച്ച് ഷുഗർ കെയിനും കാര്യങ്ങളൊക്കെ കാണുന്നത്. ഷുഗർ കെയിൻ, യെസ് ഷുഗർ കെയിൻ അല്ലേ, മറ്റേ ബാമ്പു ഇത് തന്നെ ഷുഗർ കെയിൻ. സോ നമുക്ക് ഷുഗർ കെയിൻ എടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ അവിടെ കൊണ്ടുപോയി നടാം ഗൈസ്. നമുക്ക് ഷുഗർ കെയിൻ ഫാമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. പിന്നെ അതൊക്കെ നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻസ് ആണ്. നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് എന്തായാലും ഈ ഒരു കേവും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യണം. അത് തന്നെയാണ് ഒരു പ്ലാൻ എന്ന് പറയുന്നത്. സോ അതിനാൽ തന്നെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഇങ്ങോട്ട് പരിപാടി തുടങ്ങിയാലോ. യെസ് ബിക്കോസ് ഇങ്ങനെയൊന്നും വരാൻ പാടില്ല. അതൊക്കെ ഒരു നിങ്ങളൊന്നും കണ്ടിട്ടില്ല. ഓക്കെ, എന്തിനാ പിന്നെ അത് 2 വെച്ചാണ് ഇതിൽ. ഒന്ന് ഫുഡ് കുക്ക് ചെയ്യാനും ഒന്ന് മറ്റേ കുക്ക് ചെയ്യാനും. യെസ്, ഇരിക്കട്ടെ. അങ്ങോട്ട് വെള്ളം ഉള്ള സ്ഥലം അവിടെ ഉണ്ടല്ലേ ആ വില്ലേജിൻ്റെ അടുത്ത്. നമുക്ക് എന്നാൽ അവിടെ പോയിട്ട് ഇത് നട്ടിട്ട് വരാം. യെസ്, ഞാൻ ഷുഗർ കെയിനുകൾ അവിടെ നട്ടിട്ടുണ്ട്. നമ്മളങ്ങനെ അയൺ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് തിങ് ടു മേക്ക് ഇസ് ഷീൽഡ്. എൻ്റെ അടുത്തത് നമുക്ക് പിക്കാക്സ് ആൻഡ് 2 അയൺ കൂടെ ബാക്കി. അടിപൊളി. ബാക്കി വുഡ് വെച്ച് എത്തിക്കാം. ഇപ്പോൾ ഇത്ര 4 അയൺ ആയിട്ടുണ്ട്. ചോടൊന്നും വേണ്ടത് നമ്മൾ പവറുണ്ട്. ഇറ്റ്സ് ജസ്റ്റ് ബിഗിനിങ് റൈറ്റ്. സോ നമ്മളങ്ങനെ അത്യാവശ്യം നല്ല പവർ ആയിട്ടുണ്ട്. കുറച്ച് പിക്കാസ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഇറങ്ങിയേക്കാം നമ്മുടെ പരിപാടിക്ക്. ഫുഡ്, ഇവിടെയും ഫുഡ്. ഈ ഫുഡൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കുക്ക് ചെയ്യാൻ. എന്നിട്ട് മതി പരിപാടി. ബെഡ് കത്തിപ്പോവാ ഗൈസ്, ഇവിടെ ഇങ്ങനെ കത്തിച്ചിട്ടിട്ട്. ഞാനത് കോമഡിയാണ് ഉദ്ദേശിച്ചത്. എല്ലാവരും ചിരിക്കി കമോൺ. സ്പോൺ പോയിന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ലെറ്റ്സ് ഗോ ഇൻ ടു ദ കേവ് ഗൈസ്. ഈ കേവ് വേണോ ആ കേവ്? ഈ കേവ് തന്നെ ആയിക്കോട്ടെ, അടുത്തുള്ള കേവല്ലേ. സോ അടുത്തുള്ള കേവിലോട്ട് നമ്മൾ ഇറങ്ങി ചെല്ലുന്നുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോർച്ചില്ല ഗൈസ്. ഓ ഗോഡ്. ടോർച്ച് ഉണ്ടാക്കാനായിട്ട് നമുക്ക് അയൺ ഗൈസ്. കോള് കിട്ടി. ചടപടയും ടോർച്ച് ഉണ്ടാക്കുന്നുണ്ട്. ഷെയ്ഡർ ഇട്ടിട്ട് വന്നാൽ തീർന്നു ഈ വഴിക്ക്. പിന്നെ ആവാം ഗൈസ്. നമുക്കിപ്പോൾ സ്ലോ ആൻഡ് സ്റ്റഡി ആണ്. യെസ്, സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് ഓൾവേസ്. സോ നമുക്ക് പെട്ടെന്നൊരു മൈനിങ് സെഷൻ കഴിഞ്ഞിട്ട് വരാം. മൈനിങ് സെഷൻ എന്ന് പറയുമ്പോൾ ഇത് ആക്ച്വലി കാണിക്കുന്നത് എനിക്ക് ഭയങ്കര ലാഗ് ആയിരിക്കും. സോ കാണാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ആക്ച്വലി ഇത് ഞാൻ രണ്ടാമത് വേറൊരു വീഡിയോ ആയിട്ട് ഇടാം, അതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ പോസാണ് ഇവിടെ വെച്ചിട്ട്. ഓക്കെ, let's go. ഇതല്ലേ, യെസ്. സംഭവങ്ങൾ റിവീൽ ചെയ്യുന്ന മുന്നേ നമുക്കൊരു ചെസ്റ്റ് ഉണ്ടാക്കാം ഗൈസ്. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ നമ്മുടെ മൈനിങ് അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. സോ മൈനിങ് കഴിഞ്ഞിട്ട് എന്തൊക്കെ സാധനങ്ങൾ കിട്ടിയെന്നല്ലേ അറിയേണ്ടത്. നമുക്ക് കുറച്ച് നേരം പോയിട്ടുണ്ടായിരുന്നുള്ളൂ. നമുക്ക് 4 ഡയമണ്ട് കിട്ടി. അയ്യോ, ആള് മാറിപ്പോയി. 4 ഡയമണ്ട് കിട്ടി, 9 ഗോൾഡ് കിട്ടി, കുറച്ചധികം ലാപ്പിസും
44 അയൺ പോള് നമ്മൾ വെറുതെ എടുത്തതാണ്. ഓർഡർ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ എടുത്ത ഒരു അയൺ ഉണ്ടായിരുന്നു, ആ ഒരു അയണാണിത്. ആൻഡ് റെഡ് സ്റ്റോൺ വേണം, വെറുതെ എടുത്താണ്. പിന്നെ കുറച്ച് റോട്ടൻ പ്ലസും കാര്യങ്ങളൊക്കെ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതൊക്കെ നമ്മൾ വരുന്ന വഴിക്ക് പൊട്ടിച്ചതാണ്, ഇതിൻ്റെ ആവശ്യമില്ല. സോ ഇതാണ് ഗൈസ് ഇന്നത്തെ നമ്മുടെ ലൂട്ടും കാര്യങ്ങളും. ആൻഡ് ഫസ്റ്റ് എപ്പിസോഡ് നമുക്ക് ഇവിടെ വെച്ച് നിർത്താൻ ഗൈസ്. കഴിഞ്ഞ നമ്മുടെ സീരീസിലെ ഫസ്റ്റ് എപ്പിസോഡ് നമ്മളൊരു ബേസ് ബിൽഡ് ചെയ്തു. ബട്ട് ഇപ്രാവശ്യം അങ്ങനെയല്ല, നമ്മൾ ആ ഒരു എപ്പിസോഡിൻ്റെ അടുത്തോട്ട് എത്തണം. ഓക്കെ, പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വീഡിയോ കുറച്ചധികം നാളെ കഴിഞ്ഞിട്ടായിരിക്കും എത്തുന്നുണ്ടാവുക, സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. വേറെ ഒന്നും കൊണ്ടുമല്ല, ഈ എഡിറ്റ് ചെയ്യാൻ കുറച്ചധികം ടൈം പിടിക്കും. അപ്പോൾ ആ ഒരു സംഭവം കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതേപോലെ തന്നെ വേറൊരു സംഭവം കൂടെ ഉണ്ട്. ആക്ച്വലി എന്താ പറയുക, ഞാൻ നമ്മുടെ മറ്റേ സീരീസിലെ മൂന്നാമത്തെ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുമായിരിക്കണം, മിക്കവാറും അപ്ലോഡ് ചെയ്യും. സോ ഇത് കഴിഞ്ഞിട്ടായിരിക്കണം ആ വീഡിയോ വരുന്നുണ്ടാവുക. ആൻഡ് അത് ആക്ച്വലി നമ്മളൊരു അയൺ ഫാം ബിൽഡ് ചെയ്യുന്നതാണ്. ആൻഡ് സീനറി ഈസ് വെരി ബ്യൂട്ടിഫുൾ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനാണ് തോന്നുന്നത്. കാരണം അത്ര കഷ്ടപ്പെട്ടിട്ട് എടുത്തല്ലേ. സോ അപ്ലോഡ് ചെയ്യാം, ലൈക്ക് 30 minutes to 1 hour ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ ഒരു വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്, അതേപോലെ തന്നെ റെക്കോർഡ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ആ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവണം ഇത് കഴിഞ്ഞിട്ട്. ഓക്കെ, സോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഗൈസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഇന്നത്തെ കാര്യങ്ങളാണ് നമ്മുടെ ഒരു ചെസ് പ്ലേറ്റ് ആൻഡ് അയണിൻ്റെ ടൂൾസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ അടിപൊളിയാണ്. ഇതുപോലെ ഡയമണ്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. സോ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ബൈ.